ടീനേജിലേക്കൊക്കെ വരുമ്പോൾ കുട്ടികൾ വളരെ ഡ്രൈ ആകുന്നു, കുട്ടികൾ വളരെ കരിഞ്ഞു പോകുന്നു, ഉണങ്ങിപ്പോകുന്നു എന്നൊക്കെ പേരൻസിന് തോന്നുന്നെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ ബാല്യം മുതലുള്ള നമ്മൾ അവരുമായിട്ടുള്ള ഇടപെടലുകളാണ്. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കുട്ടികൾ കാണിക്കുന്നതെല്ലാം ഒരു റിയാക്ഷനാണ്. അവർക്ക് കിട്ടിയ ആക്ഷൻസിനോടുള്ള റിയാക്ഷൻസാണ് കുട്ടികളിൽ സംഭവിക്കുന്നതെല്ലാം. അവരുടെ റിയാക്ഷൻസ് മോഡിഫൈഡ് ആവണമെങ്കിൽ നമ്മുടെ ആക്ഷൻസ് മോഡിഫൈഡ് ആകണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ കുറച്ചുകൂടെ വേൾഡ്ലി അവെയറായിട്ട് വളർത്തുക, കുറച്ചുകൂടെ ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ട് വളർത്തുക, കുറച്ചുകൂടെ സ്മാർട്ടായി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മാറട്ടെ. ജീവിതത്തിൽ ഇനിയും വരാൻ പോകുന്ന വെല്ലുവിളികളെയും പിന്നെ ചലഞ്ചസിനെയൊക്കെ ഏറ്റെടുക്കാൻ തക്കവണ്ണം അവർ പാകപ്പെടട്ടെ, പക്വതയാർജിക്കട്ടെ. അതിനുള്ള ഒരു 10 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികൾ ടീനേജിലേക്കൊക്കെ വരുമ്പോൾ പല പേരൻസും വളരെ ഡിസാറ്റിസ്ഫൈഡാണ്. അവരുടെ പ്രകൃതവും അവരുടെ പിന്നെ ഒരു രീതിയുമൊക്കെ കാണുമ്പോൾ അവർക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അപ്പം പലർക്കും അതിൽ ഭയങ്കര വിഷമമുണ്ട്, വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. പലപ്പോഴും ഒരു പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പൊക്കെ ആ സമയത്ത് സീക്ക് ചെയ്യും. ഇന്നലെ ഞാനൊരു 13 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ പേരൻസുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര വാശി കാണിക്കുന്നു, പല കാര്യത്തിലും അവൾ പിന്നെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, എപ്പോഴും കംപ്ലൈൻ്റാണ്, ഒന്നിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഹാപ്പിനെസ് ഇല്ല, മടി കൂടുന്നു, പിന്നെ ഓരോ കാര്യത്തിന് വേണ്ടിയൊക്കെ വാശി പിടിച്ചാൽ അതിനു വേണ്ടി ദിവസങ്ങളോളം വാശി പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പേരൻസ് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. കുട്ടികളുടെ ചെറിയ പ്രായം മുതൽ തന്നെ, അവരെ കുഞ്ഞുനാൾ മുതൽ തന്നെ അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളെയും പതുക്കെ റീഫോം ചെയ്ത് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇനി ഒരു ഹെൽപ്പ് എടുക്കണേ തന്നെ ആ സമയത്ത് തന്നെ ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അതിന് ഡെവലപ്മെൻറ്റൽ എക്സ്പേർട്ടുകളോടുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ പോയാൽ കുറേ കൂടെയൊക്കെ നമുക്ക് ഒരു ഡിസൈറബിളായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റും. കുട്ടികളെ പോസിറ്റീവ് ആക്കാം, കുറച്ചുകൂടെ എനർജറ്റിക് ആക്കാം, കുറച്ചുകൂടെ ഒരു പിന്നെ ലൈഫ് ഓറിയൻറ്റഡ് ആക്കി അവരുടെ ജീവിതത്തെ മാറ്റാം. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു കാര്യമാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ വേൾഡ്ലി വൈസ് ആക്കാനും അതുപോലെ തന്നെ അവരെ കുറച്ചുകൂടെ ജീവിതത്തിന് വേണ്ടി ഒന്ന് ഒരുക്കാനും നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ്. പലപ്പോഴും അതൊന്നും നേരത്തെ ചെയ്യാത്തത് കൊണ്ടാണ് പിന്നീട് ഒരുപാട് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവുന്നത്. ഒരു സേയിങ് തന്നെയുണ്ട്, ഇഫ് യു സ്വെറ്റ് ഇൻ പീസ് യു ബ്ലീഡ് ലെസ് ഇൻ വാർ. ഈ സമാധാന കാലത്ത് നന്നായിട്ട് എല്ലാം വലിയ കുഴപ്പമില്ലാത്ത അവരുടെ പ്രായത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് സ്വെറ്റ് ചെയ്താൽ നമുക്ക് അവരുടെ ഒരു കുഴപ്പമുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ചലഞ്ചസ് ഉള്ള ടീനേജിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ സമാധാനം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുട്ടികളെ ഇങ്ങനെ അനുസരിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, അവരെ കൊണ്ട് ചിന്തിച്ച് അവരെ ഓപ്റ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും ബ്ലൈൻഡായിട്ട് അങ്ങ് ചെറിയ പ്രായത്തിലൊക്കെ അനുസരിപ്പിക്കുന്ന കുട്ടികളാണ് പിന്നീട് അനുസരണ ഇല്ലാതെ മാറുന്നത്. നേരെ മറിച്ച് അവരെ കൊണ്ട് തന്നെ ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. മോനെ നീ ഇങ്ങനെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലായിരുന്നു, അല്ലെ ഇങ്ങനെ ഒരു കാര്യം കുറച്ചുകൂടെ ഇതല്ലേ കുറച്ചുകൂടെ ബെറ്റർ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താ. അപ്പോൾ പല കാര്യങ്ങളിലും അവർക്ക് ജീവിതത്തെപ്പറ്റി അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വന്തമായിട്ട് ആരും അവരെ നയിക്കാനും ആരും അവരെ ഗൈഡ് ചെയ്യാനും ഇല്ലാത്ത സമയത്തും അവർക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനം എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യും. അല്ല വെറുതെ അങ്ങ് എല്ലാം അനുസരിപ്പിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് തിങ്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ് നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും തിങ്ക് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. ഏതൊരു കാര്യം, ഇപ്പോൾ ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്, അല്ലെ ഒരാളുമായിട്ടുള്ള ഒരു വഴക്കിലാണ്, അപ്പോൾ നമ്മൾ പറഞ്ഞു പോയ വാക്ക് മോളൊന്ന് ചിന്തിച്ച് നോക്കി, അത് അവൾ നിന്നോട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നേൽ, ഇങ്ങനെ ഓരോ കാര്യത്തിലും അവരെ കൊണ്ടൊന്ന് ചിന്തിപ്പിക്കാൻ അതൊക്കെ ഒരു ക്വാളിറ്റി പാരൻറ്റിങ് ടൈമാണ്. ചെറിയ പ്രായത്തിൽ കുട്ടികളെ അങ്ങനെയൊക്കെ പ്രേരിപ്പിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമതായിട്ട് ഈ ഗ്രേസ്ഫുള്ളായിട്ട് തോൽക്കാൻ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കണം. ജയിക്കാൻ മാത്രം പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഒരു പേരൻ്റ് എന്നോട് പറഞ്ഞത്, അവൻ പിന്നെ ആനിവേഴ്സറിയിൽ ഒരു പരിപാടിക്ക് അവനില്ല, പിന്നെന്തിനാണ് അവൻ ആനിവേഴ്സറിക്ക് പോകുന്നത്? ഇങ്ങനെയല്ല, നമ്മൾ ആനിവേഴ്സറിക്ക് ഉണ്ടോ ഇല്ലയോ, ആനിവേഴ്സറിയിലൊക്കെ നമ്മൾ പോയി പങ്കെടുക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് പ്രൈസ് കിട്ടിയില്ല, ഒരു കുഴപ്പമില്ല, ദാറ്റ് എക്സ്പീരിയൻസ് ഈസ് റിയലി വർത്ത്. അപ്പം ഏതൊക്കെ കാര്യത്തിൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പ്രസംഗം പോലും പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരാളാണ്, ഒരു പ്രസംഗത്തിൻ്റെ കോമ്പറ്റീഷനും പങ്കെടുത്തിട്ടില്ലാത്ത ആളാണ്, ഒരു തരത്തിലുള്ള പ്രഭാഷണ പിന്നെ ടാലൻറ്റ്
മൈൻഡും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഫാദർ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കണം. അദ്ദേഹം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പല പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ പോകുമ്പോൾ അദ്ദേഹം എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകും. ചെറിയ പ്രായത്തിൽ തന്നെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്തൊക്കെ ഞാൻ ധാരാളം വലിയ വലിയ ആൾക്കാരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത ഭാഷ പോലും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ജയപ്രകാശ് നാരായണൻ അവിടെ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ പ്രസംഗിക്കുന്നത്, എനിക്ക് ആ പ്രസംഗമൊന്നും മനസ്സിലാകുന്ന പോലുമില്ല. പക്ഷേ ഒരു കാര്യം, അവിടെ ഇരുന്നിരുന്ന് പല സി അച്യുതമേനോനെ, EMS നമ്പൂതിരിപ്പാടിനെ, ഇന്ദിരാഗാന്ധിയെയും മൊറാർജി ദേശായിയെയും ഒക്കെ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഒരാൾ ഇന്ദിരാഗാന്ധിയൊക്കെ പ്രസംഗിക്കുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് ഒരു മൈതാനത്ത് പോലും. അപ്പോൾ അങ്ങനെ അവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ വാക്കുകളുടെയൊക്കെ ശക്തി, പ്രഭാഷകൻ്റെ ഒരു കരുത്ത്, അവർക്ക് കിട്ടുന്ന ഒരു അറ്റൻഷൻ, ലീഡർഷിപ്പ്, ഇതൊക്കെ ചെറിയ പ്രായത്തിലെ മനസ്സിലാക്കിയുകൊണ്ടായിരിക്കാം ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അത്തരം കല ഞാനും എൻ്റെ ജീവിതത്തിൽ വളർത്തിയെടുക്കുക. ഇന്ന് എവിടെ ചെന്നാലും ഒരു ഓഡിയൻസിനെ അവരുടെ ശ്രദ്ധയെ എൻ്റെ ഒരു ചുറ്റും നിലനിർത്താനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ആദ്യകാലത്തിലൊക്കെ ഇത്തരം കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എക്സ്പോഷർ എനിക്ക് കിട്ടിയതുകൊണ്ടാണ്. ഐ എം വെരി താങ്ക്ഫുൾ ടു മൈ ഫാദർ ഫോർ ദാറ്റ്. അപ്പം നമ്മൾ തോൽക്കാനും ഒക്കെ പഠിക്കട്ടെ. അതുപോലെ മത്സരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. തോൽക്കുന്നതിനെ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് എടുക്കുക. ഓരോ പ്രാവശ്യവും തോൽക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം ഈ എപ്പോഴും ജയിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ കുട്ടികളിലുണ്ടെങ്കിൽ അത് ചെറിയ പ്രായത്തിലെ ഒന്ന് തിരുത്തുക. അതുപോലെ തന്നെ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയില്ല, വീണ്ടും ട്രൈ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കണം. എന്തെങ്കിലും ഒന്നും കിട്ടിയില്ല, പിന്നെ അതിനു വേണ്ടി ശ്രമിക്കത്തില്ല, അതിനു വേണ്ടി പോകത്തില്ല. അങ്ങനെയല്ല. ഇന്നലെ ഒരു കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു, അവന് ഹിന്ദി ക്ലാസ്സിൽ ടീച്ചർ ഏതോ പറഞ്ഞു, അതുകൊണ്ട് പിന്നെ ഹിന്ദി പഠിക്കത്തില്ല. അങ്ങനെയല്ല. നമുക്ക് ആ ഹിന്ദി പഠിച്ച ഹിന്ദി ടീച്ചറിനെ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെ നമുക്ക് ഭയങ്കരമായിട്ട് അവരുടെ ചിന്താഗതികളെ നമുക്ക് മാറ്റാൻ പറ്റും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോളേജിൽ എന്നെ ഒരു ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. പിന്നീട് ഞാൻ അദ്ദേഹം തരുന്ന നോട്ട്സൊന്നും ഞാൻ പഠിക്കത്തില്ല. പകരം ഞാൻ ലൈബ്രറിയിൽ പോയി സ്വന്തമായി നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. ആ വിഷയത്തിൽ എനിക്ക് 150 മാർക്സ് സ്കോർ ചെയ്യാൻ സാധിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ വാശി ഒരു പോസിറ്റീവായിട്ട് വിട്ടതുകൊണ്ടാണല്ല. ആ മനുഷ്യൻ എന്നെ ക്ലാസ്സിൽ കയറ്റിയില്ല എന്നുള്ളത് കൊണ്ട് പിന്നീട് ആ മനുഷ്യൻ്റെ വിഷയമൊന്നും പഠിക്കാതിരിക്കുക എന്നുള്ളതല്ല. നല്ലൊരു ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത്, നമുക്കൊരു പരാജയം ഉണ്ടാകുമ്പോൾ, വീഴ്ച ഉണ്ടാകുമ്പോൾ, പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ കൂടുതൽ നമ്മുടെ ടൈമും എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ കൂടുതൽ അച്ചീവ്മെൻറ്റ്സുകൾ നേടാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ കുട്ടികളിൽ ഏറ്റവും പ്രധാനമായിട്ട് വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. ആ ക്യൂരിയോസിറ്റിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു മഹാൻ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ ഒരു സയൻറ്റിസ്റ്റാണ്, പക്ഷേ വളർന്നു വരുന്തോറും അവരെ നമ്മൾ ഒരു കൺഫോമിറ്റിയിലേക്കാണ് നയിക്കുന്നത്. എല്ലാം ഇങ്ങനെയാണ്, ഇതിന് വേറെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വലിയൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനോട് ഞാൻ ചോദിച്ചു, മോനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇന്നോവേഷന് വേണ്ടിയൊക്കെ ശ്രമിക്കാറുണ്ടോ? അപ്പോൾ അവൻ തമാശയായിട്ട് പറഞ്ഞത്, അങ്കിളെ എല്ലാം കണ്ടുപിടിച്ച് പോയി, ഇനിയൊന്നും കണ്ടുപിടിക്കാനില്ല. ഇതാണ് പ്രശ്നം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരിക. ഓരോ കാര്യങ്ങളും ഒരു ഡെഫിനിഷൻ പഠിച്ചു, ആ ഡെഫിനിഷനകത്തങ്ങ് തളർന്നിരിക്കാനല്ല നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ആ ഡെഫിനിഷനെ എങ്ങനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം, ഒന്ന് റീഡിഫൈൻ ചെയ്യാം. ഓരോ കാര്യത്തിനെയും കുറച്ചുകൂടെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഓരോ സ്ഥലത്തും എങ്ങനെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്യൂരിയോസിറ്റി കുഞ്ഞുങ്ങളിൽ വളർത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുക. ഇതിനെ മോനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ? ഒരു നല്ല പുസ്തകം വായിച്ചു, എന്നിട്ട് ഈ പുസ്തകത്തിൻ്റെ ഈ എൻഡിങ് നിനക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റുമോ? ഈ സിനിമയുടെ എൻഡിങ് നിനക്ക് വേറൊരു തരത്തിൽ ആലോചിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയാണ് കുട്ടികളിൽ ആശയങ്ങളും ക്രിയേറ്റിവിറ്റിയും കൺസ്ട്രക്റ്റീവ് തിങ്കിങ്ങും ഒക്കെ വളർത്താൻ, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ വളർത്താൻ. അല്ലെങ്കിൽ മോനെ, ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് തന്നെ ചോദിക്കാറുണ്ട്, ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, എവിടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ? അത് എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ സെൽഫ് ഡൗട്ട് ഉള്ളത് കൊണ്ടൊന്നുമല്ല. കുട്ടികൾ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു, അവർക്ക് അതിനകത്തൊരു അനാലിസിസ് പറ്റുന്നുണ്ടോ, ഒന്ന് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചോദിക്കുന്നത്. ഇന്നും എൻ്റെ മകൻ്റെ കൂടെയാണ് ഞാനൊരു സ്കൂളിലൊരു പ്രോഗ്രാമിന് പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു അത്? അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ, അവരതിൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് അവരെ കൂടുതൽ പ്രേരിപ്പിക്കുക. ഏത് ഏജിലും അവരെ നമ്മൾ ക്യൂരിയസ് ആക്കി നിർത്താനായിട്ട് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. കുറേ കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമല്ല, അവിടെയൊക്കെ എങ്ങനെയാണ് ബെറ്റർ ആക്കാൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ നാട് ബെറ്റർ ആകാത്തത്, നമ്മുടെ സമൂഹം ബെറ്റർ ആകാത്തത്, രാജ്യം ബെറ്റർ ആകാത്തത്. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ കൂടുതൽ മോശപ്പെട്ട സർവീസുകളാണ് പലയിടത്തും കിട്ടുന്നത്. അതാണ് ഇപ്പോഴത്തെ
ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് കുറച്ചുകൂടെ മനുഷ്യൻ തന്നെ എപ്പോഴും പുതുമകളും ബെറ്റർമെൻറ്റും സൃഷ്ടിക്കാൻ കരുത്തുള്ളവരാണെന്ന ഒരു സാഹചര്യമാണ് സമൂഹത്തിൽ രൂപപ്പെടുന്നത്. ഓരോ ഓർഗനൈസേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാം താഴോട്ടാണ്, എല്ലാത്തിൻ്റെയും ഗ്രാഫ് താഴോട്ടാണ്. ഇന്ന് ഒരു റിട്ടയർഡ് അധ്യാപകൻ ഒരു കോളേജിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഒരു കാലത്തെ ഏറ്റവും തലയുയർത്തി നിന്ന ഒരു കോളേജിനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞാനന്നേരം മനസ്സിലാലോചിക്കായിരുന്നു, ഇന്ന് ആ കോളേജിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് തലകുത്തി നിൽക്കുകയാണ്. എല്ലാം ഡോക്ടറേറ്റ് ഉള്ളവരാണ്. പക്ഷേ ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് തന്നെ തലയ്ക്കകത്ത് വല്ലതും ഉള്ള പരിപാടിയാണോ ഇല്ലയോ എന്ന് വരെ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പുതുമകളും സൃഷ്ടിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. കുറേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്കൂൾ പോലൊക്കെ കോളേജിനെ ആക്കി മാറ്റി മൈക്രോ മാനേജ് ചെയ്ത് ഒരുമാതിരി മഹാവൃത്തികെട്ട ഒരവസ്ഥയായിട്ട് പല കോളേജുകളും മാറുന്നുണ്ട്. ഇത് അകത്തിരിക്കുന്നവർക്ക് ഇതൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് പുറത്തിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരെങ്കിൽ ഇതൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തും മാറണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്രായം മുതലേ കുഞ്ഞുങ്ങളെ ആ ഒരു ക്യൂരിയോസിറ്റിയിലേക്ക് നയിക്കണം. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് പൈസ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക. അവർ പണം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ പൈസ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കണം. പൈസ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിൽ എത്ര വരുമാനമുണ്ട്, ഓരോന്നിൻ്റെയും വില എന്താ. ഇപ്പോൾ 1 കിലോ പഞ്ചസാരയ്ക്ക് എന്ത് വിലയാണെന്നറിയാവുന്ന എത്ര കുട്ടികളുണ്ട്? കഴിഞ്ഞ ദിവസം ടൊമാറ്റോ വാങ്ങിക്കാൻ പോയപ്പോൾ 75 രൂപയാണ് ടൊമാറ്റോയുടെ വില. അപ്പോൾ 75 രൂപ ടൊമാറ്റോയ്ക്ക് ആയത് വീട്ടിലുള്ളവർക്ക് പോലും അറിയില്ല. അപ്പോൾ അവരോട് പറഞ്ഞാലേ അവരത് കൃത്യമായിട്ട് ഇച്ചിരി ഒരു ടൊമാറ്റോയ്ക്ക് വില കൂടിയ സമയമാണ്, അതുകൊണ്ട് കുറച്ച് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് അത്തരം സാലഡ്സിലൊന്നും ടൊമാറ്റോ ഇടണ്ട, അതിൻ്റെ വിലയൊന്ന് കുറയട്ടെ, വെളിച്ചെണ്ണയുടെ വില എത്രയാണ്, കറണ്ടിൻ്റെ വില എത്രയാണ്, ഇതെല്ലാം അറിയണം കുട്ടികൾ. ചെറിയ പ്രായം പോലെ തന്നെ അവരെ കൊണ്ട് പല പേയ്മെൻറ്റുകളും കൊടുപ്പിക്കുക, അവരെ കടയിലൊക്കെ വിടുകയും അവരെ കൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് പലതും ഫ്രണ്ടിൽ നിന്ന് നിർത്തി അവരെ കൊണ്ട് ചെയ്യിക്കുക. നമ്മൾ പുറകോട്ട് ഇറങ്ങുക. അപ്പോഴാണ് അവർക്ക് ഓരോന്നിൻ്റെയും വാല്യൂ ഒക്കെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ വലിയ ബ്രാൻഡഡ് ഗുഡ്സൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ, ആ ബ്രാൻഡഡ് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എത്ര പണമാണ് അനാവശ്യമായി നഷ്ടപ്പെടുന്നത്. ഇതേ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു സാധനം നമ്മൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ വേറൊരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചാൽ നമുക്ക് എത്ര രൂപയുടെ ലാഭമുണ്ട്. ആ ലാഭം കിട്ടിയ പണം നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ പണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് ആ പണത്തെ കുറേ കൂടി വകതിരിവോടുകൂടി ഉപയോഗിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര പണം ഉണ്ടാക്കി എന്നുള്ളതല്ല. ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ പണം ധാരാളം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഒരു ജോലി പെട്ടെന്നൊന്ന് നഷ്ടപ്പെടുക, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ താറുമാറാകുകയാണ്. കാരണം സേവിങ്സ് അവർക്കില്ല, അവർക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ല. എങ്ങനെയാണ് പൈസ ഒരു 1,00,000 രൂപ ശമ്പളം കിട്ടുന്ന ആൾ ഒരു 10,000 രൂപ പോലും മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ നാളെ ഒരു ക്രൈസിസ് വരുമ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമ്മൾ കണ്ടാണ് കോവിഡ് വന്നപ്പോൾ. ഇപ്പോൾ എനിക്കൊക്കെയാണെങ്കിൽ കോവിഡ് വന്നപ്പോൾ ഒരു 2-2.5-3 വർഷം യാതൊരു വരുമാനവും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ വകതിരിവോടുകൂടി പണം ഉണ്ടാക്കിയ സമയത്ത് വകതിരിവോടുകൂടി അത് സേവ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് ആ സമയത്തൊരു ക്രൈസിസ് ഇല്ല. അപ്പോൾ നമുക്ക് ആ ക്രൈസിസ്, ആ ഒരു ലീൻ ടൈമിനെ മാനേജ് ചെയ്യാൻ, സന്തോഷത്തോടെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞ അതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും. ജോലിയൊക്കെ നഷ്ടപ്പെടും. അമേരിക്കയിലൊക്കെ രാവിലെ ചെല്ലുമ്പോഴാണ് ചിലപ്പോൾ ജോലി പോയി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്നൊക്കെ അവർ നേരത്തെ ചിന്തിക്കും. ഇവിടെ അങ്ങനെയൊന്നും വലുതായിട്ട് വരാത്തത് കൊണ്ടാണ് അമിതമായൊരു സെക്യൂരിറ്റിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത്. മാത്രമല്ല മാതാപിതാക്കൾ ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് കുട്ടികൾ ജീവിക്കുന്നത്. ചെറിയ പ്രായം മുതലേ പൈസ മാനേജ് ചെയ്യാനും പൈസ ഉണ്ടാക്കാനും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പൈസ ഉണ്ടാക്കുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. അതിനൊക്കെ അവരെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. എമ്പതിയാണ് വലിയൊരു ക്രൈസിസ്. ഇന്ന് പല പേരൻസും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞങ്ങളുടെ വിഷമങ്ങൾ അവൾക്ക് മനസ്സിലാകുന്നില്ല, അവളുടെ തന്നെ വിഷമങ്ങളും പ്രശ്നങ്ങളും നാളെ നേരിടാൻ പോകുന്ന അവസ്ഥയൊന്നും അവൾ മനസ്സിലാക്കുന്നില്ല. കുട്ടികൾ നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ, അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ, കുട്ടികൾ ലോകത്തെ മനസ്സിലാക്കണമെങ്കിൽ, കുട്ടികൾ സമൂഹത്തെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഗിവ് റെസ്പെക്റ്റ് ദെൻ ടേക്ക് റെസ്പെക്റ്റ്. അവരെ ആദ്യം റെസ്പെക്റ്റ് ചെയ്യണം. അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവരോട് നമ്മൾ എമ്പതറ്റിക്കലായിട്ട് ഇടപെടുമ്പോഴാണ് അവരും നമ്മളോട് എമ്പതറ്റിക്കലായിട്ട് ഇടപെടുന്നത്. എത്ര കണ്ട അവരുടെ വിഷയങ്ങളും വിഷമങ്ങളും വേദനകളും ആശ്ചര്യങ്ങളും ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഒരു 13 വയസ്സിലുള്ള ഒരു കുട്ടിയുടെ പ്രശ്നങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ കുട്ടിക്ക് എന്തിൻ്റെ കുറവാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ഫിസിക്കലി ചേഞ്ച് ആവുന്നു, മെൻ്റലി ഇമോഷണലി ഒക്കെ ആ കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പുതിയ ഒരു ലോകത്തിൽ പല കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുന്നു. ഇൻറ്റേർണലായിട്ട് നടക്കുന്ന പല കാര്യങ്ങളെപ്പറ്റി അവർക്കൊരു എത്തും പിടിയുമില്ല. പിന്നെ അതിൻ്റെ കൂടെ ഹോർമോണലായിട്ടുള്ള ചേഞ്ചസ് ഇതൊക്കെ അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്നുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൊക്കെ പല കുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ
ഇപ്പോൾ പേരൻസ് തന്നെ ട്രാൻസ്ഫറൊക്കെ നിരന്തരമായുള്ള പേരൻസ് ഉണ്ട്. അവരുടെ കുട്ടികളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട്. സ്ഥിരമായി കൂട്ടുകാരില്ല, മനസ്സിലാക്കുന്ന അധ്യാപകരെ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്നു. അവർക്ക് ഒരു സ്ഥലത്തും അവരുടേതാണെന്നൊരു തോന്നലില്ല, ഒരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ഇല്ല. ഇതൊക്കെ പേരൻസ് മനസ്സിലാക്കുന്ന പോലുമില്ല. അവർ വളരെ ക്രെഡിറ്റോടുകൂടിയാണ് പറയുന്നത്. 5ാം ക്ലാസ് വരെ തിരുവനന്തപുരത്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് എറണാകുളത്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് കോഴിക്കോട്ടായിരുന്നു എന്നൊക്കെ വളരെ ലാഘവത്തോടു കൂടി പറയുമ്പോൾ ഈ കുട്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കുട്ടികളോട് മോഡൽ ചെയ്യണം എമ്പതി. നമ്മൾ ആ എമ്പതി കാണിച്ചു കൊടുക്കണം. എമ്പതിക്ക് അഡ്വൈസും പ്രഭാഷണവും ഒന്നും ഗുണം ചെയ്യില്ല. എമ്പതി എക്സ്പീരിയൻസ് ചെയ്യണം കുഞ്ഞ്. അവരെ മനസ്സിലാക്കുന്നുവെന്നും അവരെ ഇഷ്ടപ്പെടുന്നുവെന്നും അവർക്ക് വേണ്ടിയ പേരൻസിന് സമയമുണ്ടെന്നും ഒക്കെ അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ അവർ മാതാപിതാക്കളുടെ വിഷയങ്ങളിലേക്കും മാതാപിതാക്കളുടെ ചിന്തകളിലേക്കും കൺസേൺസിലേക്കും ഒക്കെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അതുപോലെ കുട്ടികൾ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ അവരെ പഠിപ്പിക്കണം. സ്റ്റാൻഡ് അപ്പ് ഫോർ ദംസെൽസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പല കുട്ടികൾക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല. വളരെ വിനയത്തോടു കൂടി അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ, അവരുടെ ശരികളിൽ ഉറച്ചു നിൽക്കാൻ, അവരുടെ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അവരെ പഠിപ്പിക്കണം. എല്ലാവരെയും ഇഷ്ടപ്പെടുത്താനുള്ള ഒരു പോപ്പുലാരിറ്റി കോണ്ടസ്റ്റൊന്നും അല്ല ലൈഫ് എന്ന് പറയുന്നത്. ഒരു കാര്യം ശരിയാണെന്ന് തോന്നിയാൽ ആ ശരിക്ക് വേണ്ടി നിലനിൽക്കണം. ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് അവിടെ മാറി നിൽക്കണം. ഞാൻ ഈ കാര്യത്തിനില്ല, നമുക്ക് എല്ലാവരുമായിട്ട് സഹകരിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നും പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റിയും സെൽഫ് റെസ്പെക്റ്റും ഒന്നും കളഞ്ഞു വിളിക്കേണ്ട കാര്യമില്ല. നമുക്ക് പിയർ പ്രഷർ വരുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ എല്ലാ വാല്യൂസും കളഞ്ഞ് പിയേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലേക്ക് പല കുട്ടികളും പോകുന്നുണ്ട്. അതിൻ്റെ കാരണം തന്നെ അവരെല്ലാം സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ മദ്യപിക്കാനായിട്ട് ശ്രമിക്കുന്നു, അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഡ്രഗ് എടുക്കാൻ ശ്രമിക്കുന്നു, അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് അവർ പോകുന്നു, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നു. നോ, നമ്മുടെ വാല്യൂസ് ജീവിക്കാൻ നമുക്ക് കഴിയുന്നിടത്തോളം മാത്രമാണ് അതിനെ ജീവിതമെന്ന് വിളിക്കാൻ പറ്റുന്നത്. ചെറിയ പ്രായം മുതൽ തന്നെ അവരുടെ നിലപാടുകളിൽ നമ്മൾ അവരെ ഓണർ ചെയ്യുക. നമ്മൾ പറയുന്നതെല്ലാം അവരെ അനുസരിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരെയെല്ലാം സന്തോഷിപ്പിക്കാനായിട്ട് അവരുടെ ഡിഗ്നിറ്റിയും സെൽഫ് എസ്റ്റീമും കളയാനല്ല അവരോട് നമ്മൾ പറയേണ്ടത്. നേരെ മറിച്ച് നിനക്ക് ശരിയെന്നാണ് തോന്നുന്നതിൽ നിൽക്കാൻ അവരെ പഠിപ്പിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡിങ് അപ്പ് ഫോർ ദംസെൽസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരു കുട്ടി പരീക്ഷ എഴുതി 5 മാർക്കുമായിട്ട് വീട്ടിൽ വന്നപ്പോൾ ഒരമ്മ ചോദിച്ചാണ്, നിനക്ക് ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സെങ്കിലും എഴുതിക്കൂടായിരുന്നു. ആ കുട്ടി പറയുന്നുണ്ട്, അതിനെ അല്ലല്ലോ എക്സാം എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് ഡിഗ്നിറ്റി ഉണ്ട്, ആ പേരൻറ്റിന് ഡിഗ്നിറ്റി ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ സ്വന്തമായി സെൽഫ് റെസ്പെക്റ്റോടെയും ഡിഗ്നിറ്റിയോടെയും നേടുന്ന 5 മാർക്ക് അത് കളഞ്ഞു കുളിച്ച് നേടുന്ന 25 മാർക്കിനേക്കാളും വളരെ ഉയർന്നതാണെന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കാനുള്ള പേഴ്സണാലിറ്റി പേരൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതുപോലെ കുട്ടികളെ പഠിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, എന്ത് വലിയ കാര്യം നേടണമെങ്കിൽ അതിൻ്റെ പുറകിലൊരു ഹാർഡ് വർക്കുണ്ട്. ഒന്നും നമുക്ക് ലക്കിന് കിട്ടുന്നതല്ല, ഒന്നും വെറുതെ ആരും തരുന്നില്ല. നത്തിങ് ഈസ് ഫ്രീ ഇൻ ദിസ് വേൾഡ്. നമുക്ക് തോന്നുന്നതാണ് ചിലതൊക്കെ ഫ്രീ ആണെന്ന്. ആരെങ്കിലും നമുക്കൊരു വാച്ച് ഫ്രീ ആയിട്ട് തരുമ്പോൾ അത് ആരോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണത്തിൽ നിന്ന് അവർ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ടാണ് ആ വാച്ച് വാങ്ങിച്ച് തരുന്നത്. അല്ല, ആ വാച്ച് ഫ്രീ അല്ല. നമുക്ക് ആരെന്ത് തരുമ്പോഴും നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ സേവനങ്ങളും, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ സേവനങ്ങളും ആരൊക്കെയോ പേ ചെയ്തതാണ്. നമ്മളൊരു പള്ളിയിൽ പോയി നല്ലൊരു ബെഞ്ചിലിരിക്കുമ്പോൾ ആ ബെഞ്ചും ആ പള്ളിയും ഒക്കെ ആരൊക്കെയോ നമുക്ക് വേണ്ടി സ്വപ്നം കണ്ട് തന്നതാണ്. ഒരു സ്കൂള്, ഒരു പൊതുവിദ്യാലയം എന്ന് പറയുന്നത് പൊട്ടി വീണമൊന്നുമല്ല. ഒരു കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സ്ഥലത്ത്, ഞാൻ ഇന്ന് പോയത് ഒരു കടൽ തീരത്തുള്ളൊരു വളരെ പിന്നോക്കം നിന്നൊരു സ്ഥലത്തുള്ളൊരു സ്കൂളാണ്. അവിടെ ആരോ സ്വപ്നം കണ്ടു ഈ പ്രദേശത്തുള്ള മനുഷ്യർ പഠിക്കാൻ വേണ്ടി ഒരു സ്കൂൾ കൊടുത്തു. ഇന്ന് ആ സ്കൂളൊക്കെ നയിക്കുന്ന ആൾക്കാർ ഇതൊക്കെ എന്തോ വല്യപ്പൻ്റെ വകയാണെന്നുള്ള മട്ടിലാണ് ചിലപ്പോൾ അത് നടത്തിക്കൊണ്ടു പോകുന്നത്. അല്ല, ആരൊക്കെയോ സ്വപ്നം കണ്ട് അവരൊക്കെ കഷ്ടപ്പെട്ട് അവർ തന്നതാണ് അവിടുത്തെ ഓരോ തൂണും ഓരോ കഴിക്കോലും ഓരോ ഉത്തരവും. അത് മറന്നു പോകരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹാർഡ് വർക്ക്. നമുക്ക് ലോകത്ത് എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ, നമ്മളെയും ലോകത്ത് ഓർക്കണമെങ്കിൽ, നമ്മുടെ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഈ ലോകത്തിൽ ഉണ്ടാവണമെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, നമുക്ക് ജോലി കിട്ടണമെങ്കിൽ, നമുക്ക് അക്കാഡമിക്കലായിട്ടോ സ്കിൽഫുള്ളായിട്ടോ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നാളെ പെർഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിലൊരു വലിയ ഹാർഡ് വർക്കുണ്ട്. നമ്മൾ കാണുന്നില്ലേ സ്കൂളിലെ ആനിവേഴ്സറിയിലൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ പാട്ട് വായിച്ച ആ ഗിറ്റാറിസ്റ്റ്,
ആ വളരെ മനോഹരമായി പാടിയ ഒരു കുട്ടി, വളരെ എക്സലൻ്റായിട്ട് ഒരു പെയിൻറ്റിങ് ചെയ്ത് ആ ക്രൗഡിനെ മുഴുവൻ ആശ്ചര്യപ്പെടുത്തിയ ഒരു കുട്ടി. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എത്രയോ വർഷത്തെ പെയിൻസ്റ്റേക്കിംഗ് ആയിട്ടുള്ള എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ലോകത്ത് എന്ത് വലിയ കാര്യങ്ങൾ നേടണമെങ്കിൽ അതിന് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത്, ഇപ്പോൾ നമ്മൾ മമ്മൂട്ടിയെ പറ്റി പറയുന്നു, 70-75 വയസ്സിലും അദ്ദേഹം അതിമനോഹരമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പ്രായത്തിൽ പോലും അദ്ദേഹം എത്രയോ വലിയ എഫേർട്ട് ഇടുന്നു. മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെ അടുത്ത സിനിമ എൻ്റെ ആദ്യത്തെ സിനിമ പോലെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ അഭിനയം നിർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ആദ്യത്തെ സിനിമ ചെയ്യുന്ന അതേ ക്യൂരിയോസിറ്റിയും അതേ എക്സൈറ്റ്മെൻറ്റും അതേ ടെൻഷനും ഒക്കെ ആയിട്ടാണ് അവരിന്നും ഒരു കഥാപാത്രത്തെ സമീപിക്കുന്നത്. ഇങ്ങനെയാണ് എല്ലാ മികച്ച ആൾക്കാരും ലോകം. ഓരോ ദിവസവും അവർ വീണ്ടും ഗാർഡെടുത്ത് പുതിയ ഇന്നിങ്സ് കളിക്കുകയാണ്. അങ്ങനെയുള്ളവരെയാണ് അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കുട്ടികളിൽ നമ്മൾ ചെറിയ പ്രായം മുതലേ. അവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെറുതെ ഇങ്ങനെ കിട്ടുന്നതാണ്. അതങ്ങനെയല്ല. കുറേ ട്യൂഷനും കൊടുത്ത് കോച്ചിങ്ങും കൊടുത്ത് കുറേ മാർക്കെല്ലാം എങ്ങനെയോ കിട്ടി, അവർക്കൊരു എഫേർട്ടും ഇല്ല. അതുകൊണ്ടെന്താ അവർ ജീവിതത്തിൽ ആ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് കൺസ്ട്രക്റ്റ് ചെയ്തതിൻ്റെ വാല്യൂ അവർക്ക് അറിയില്ല. കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, കൾട്ടിവേഷൻ എന്ന് പറയുന്നതൊക്കെ വളരെ പെയിൻസ്റ്റേക്കിംഗ് എഫേർട്ട് കൊണ്ട് മാത്രം റിസൾട്ടിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൻ്റെ റിസൾട്ട് എക്സൈറ്റ് ചെയ്യിക്കത്തില്ല. ആ പ്രോസസ്സ് കഠിനമാകുമ്പോഴാണ് ആ റിസൾട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നത്. തോൽവി പോലും എക്സൈറ്റ്മെൻറ്റാണ്. കാരണം ഒന്ന് തോക്കാനെങ്കിലും എനിക്ക് ഈ വഴി വരാൻ പറ്റുമല്ലോ, ഈ കാര്യം ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ഇലക്ഷനിൽ നിന്ന് തോറ്റു പോകുന്ന വലിയൊരു കാര്യമല്ലോ. പക്ഷെ ഒരു കാൻഡിഡേറ്റ് ആകാൻ കഴിഞ്ഞതും അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ കഴിഞ്ഞതും ആ ഡിഗ്നിറ്റിയോടെ അതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതും ഒരുപാട് പേര് നമ്മളെ അറിഞ്ഞു ആ ഇലക്ഷനിൽ. അതിലൂടെ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടെന്നൊക്കെ ആ പ്രദേശം അറിഞ്ഞു. അതുപോലും ഒരു വലിയ വിജയമാണ്. ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം ഇനിയും കൂടുതൽ പരിചയപ്പെടുകയൊന്നും വേണ്ട, എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന കാൻഡിഡേറ്റാണ്, ഇപ്രാവശ്യം നമുക്കവനെ വിജയിപ്പിക്കണം എന്നൊക്കെ മനുഷ്യൻ തന്നെ ചിന്തിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഹാർഡ് വർക്കിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എപ്പോഴും കുട്ടികൾ മനസ്സിലാക്കട്ടെ. അതുപോലെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും വേർ ടു ഡ്രോ ദ ലൈൻ, ഇത് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കണം. ഒരു അസേർട്ടീവ്നെസ് കുട്ടികളെ പഠിപ്പിക്കണം. എല്ലായിടത്തും നോയും പറയേണ്ട, എല്ലായിടത്തും എസ്സും പറയേണ്ട. ചില കാര്യങ്ങളിലൊക്കെ എസ് പറയുന്നത് വലിയ അപകടമാണ്. അപ്പോൾ ആ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. ഒരു ബേസിക് ഡിസിപ്ലിൻ, സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കുക, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, കമ്മിറ്റഡ് ആയിരിക്കുക, ആ ബൗണ്ടറീസിനകത്ത് നിൽക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഒരു സെൽഫ് കൺട്രോളുണ്ട്. ആ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് അദൃശ്യമാണ് ആ ബൗണ്ടറീസ്. പക്ഷേ അവർക്കറിയാം വേർ ടു ഡ്രോ ദ ലൈൻ, വേർ നോട്ട് ടു ക്രോസ്. ഇത് തീർച്ചയായിട്ടും കുട്ടികളെ പഠിപ്പിക്കണം. ചെറിയ പ്രായത്തിൽ ഇതൊക്കെ പഠിപ്പിക്കണം. ഒരു അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി അല്ല. നമ്മൾ തന്നെ നമ്മളുടെ ഫ്രീഡം എവിടെ വരെയാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ, നമ്മുടെ ടൈമിനെ റെസ്പെക്റ്റ് ചെയ്യാൻ, നമ്മൾ കൊടുക്കുന്ന വാക്കിനെ റെസ്പെക്റ്റ് ചെയ്യാൻ ഒക്കെ പഠിക്കുന്നതാണ്. അതിനകത്താണ് നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത്. ആ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുക. പേരൻസൊക്കെ ചെറിയ പ്രായം മുതലേ മോനെ ഇത്രയാണ്, ദിസ് മച്ച് ഈസ് യുവേഴ്സ് എന്ന് പറയാനും പഠിപ്പിക്കാനും, ആ എറ്റിക്വേറ്റ്സും മാനേഴ്സും എന്നൊക്കെ പറയുന്ന ഒരു ബൗണ്ടറിയാണ്. ഒരു ഫുഡ് കഴിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും, മറ്റുള്ളവരെയും കൂടെ കരുതാനും, അക്കോമഡേറ്റ് ചെയ്യാനും, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് സ്പേസ് ഒഴിഞ്ഞു കൊടുക്കാനും. ഇതെൻ്റെ മുറിയാണ് എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. എൻ്റെ മുറിയൊക്കെ അതൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒരു 2-3 ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ അതിനുവേണ്ടി ഒരുപാട് മുറികൾ ഉണ്ടാക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ഒരു മുറിയേ ഉള്ളെങ്കിലും 2 മുറി, ഇപ്പോൾ സിറ്റീസിലൊക്കെ ഒരു 1-2 മുറിയേ ഉള്ളൂ. പക്ഷേ അവിടേക്ക് ഗസ്റ്റ് വരുമ്പോൾ ആ കുട്ടികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊച്ചിലെ മുതലേ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങൾ, അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്കൊക്കെ വളരുന്ന കുട്ടികൾ, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ല. അവർക്കൊരു ബൗണ്ടറിക്കകത്ത് ജീവിക്കാൻ അറിയില്ല. അപ്പോൾ ആ ബൗണ്ടറീസ് ഓണർ ചെയ്യാനും അതിനെ അസേർട്ടീവായിട്ട് അതിനകത്ത് നിൽക്കാനും, സെൽഫ് കൺട്രോൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറിയ പ്രായം മുതലേ കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ കോൺസിക്വൻസസിനെ നേരിടാൻ പഠിപ്പിക്കണം. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാവരും അങ്ങ് ചെയ്തു കൊടുത്ത് കുട്ടിയുടെ പ്രോബ്ലം എല്ലാം നമ്മളെല്ലാം കൂടെ സോൾവ് ചെയ്ത് കൊടുക്കുകയല്ല വേണ്ടത്. ഏതൊരു കാര്യം വരുമ്പോഴും വലിയ കാര്യങ്ങളല്ല, കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് അതിൻ്റെ ആ കോൺസിക്വൻസസിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ അവരെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുക. ചെറിയ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല മോനെ, അതൊക്കെ നേരിടാൻ പഠിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കെട്ടിപ്പടുക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രവർത്തനമാണ് ജീവിതം. അപ്പോൾ ചെറിയ സെറ്റ് ബാക്കുകൾ, ചെറിയ വീഴ്ചകൾ, ചെറിയ തോൽവികൾ, ചെറിയ പെയിനുകൾ, ചെറിയ കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ, മണ്ടത്തരങ്ങൾ,
വീഴ്ചകൾ ഒക്കെ ഉണ്ട്. ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. മോർ ദാൻ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. അതിൽ നിന്ന് എന്ത് പഠിക്കുന്നു? ആ കോൺസിക്വൻസ് നേരിടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, അതിലൂടെ എന്താണ് ലേൺ ചെയ്യുന്നത്? ആ കോൺസിക്വൻസസ് ആണ് യഥാർത്ഥത്തിലുള്ള ടീച്ചർ എന്ന് പറയുന്നത്. ആ കോൺസിക്വൻസസ് വേറെ ആരെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും അതിൻ്റെ ഒരു റിയൽ എസൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ പോകും. അതുകൊണ്ട് ചെറിയ പ്രായം മുതലേ എന്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതിൻ്റെ വരുംവരാഴികകളിലൂടെ അവർ ഇടപെട്ട, അവർ സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളുടെയും കോൺസിക്വൻസസ് കൂടെ അവർ അനുഭവിച്ച് പോകാൻ അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നതാണ് പേരൻ്റൽ വിസ്ഡം എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി കുട്ടികൾ വെറുതെ ഇങ്ങനെ ജീവിക്കുകയല്ല, കുറേ പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് ലൈഫിനൊരു പർപ്പസ് കണ്ടെത്താനായിട്ട്. ലൈഫിന് ഒരു പർപ്പസ് ഉണ്ടാകുന്ന കുട്ടികൾ ആരാണെന്ന് ചോദിച്ചാൽ ചെറിയ പ്രായം മുതലേ അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പർപ്പസോടുകൂടി സമീപിക്കുന്ന കുട്ടികളാണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു ഗിറ്റാർ പഠിക്കാൻ പോകുന്നത് എന്തിനാണ് ആ ഗിറ്റാർ പഠിക്കുന്നത്? ടു മേക്ക് എൻജോയ്മെൻറ്റ് ടു എവരി വൺ. നമുക്കത് വേണ്ടി മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ ഒരു സന്തോഷം കൊടുക്കാൻ എൻ്റെ ഈ ഗിറ്റാർ പഠിത്തമുണ്ട്, അതിനൊരു പർപ്പസുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു പാട്ടൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ഫങ്ഷനൊക്കെ പോയിട്ട് അത് പെർഫോം ചെയ്യുന്നത്. പ്രസംഗം അങ്ങനത്തെ ഒരു കലയാണ്. ഞാൻ എന്തിനാണ് പ്രസംഗമൊക്കെ പഠിക്കുന്നത്? ടു ഇൻസ്പയർ. ഞാൻ എന്തിനാണ് ഈ ഫസ്റ്റ് റാങ്കൊക്കെ വാങ്ങിച്ച് വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നത്? ടു ബി മീനിങ് ഫുൾ ടുമോറോ, ടു സെർവ് ടുമോറോ. കുറച്ചുകൂടി ഒരു ഹയർ പർപ്പസ് കുട്ടികൾക്കുണ്ടാണ്. ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, നീറ്റിനൊക്കെ ഒരു ടോപ്പ് റാങ്ക് കിട്ടിയ കുട്ടിയാണ്. ഞാൻ ചോദിച്ചു, മോളെ എന്തിനാണ് ഡോക്ടറൊക്കെ ആകുന്നത്? ഒരു BMW എടുക്കണം. എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ആ BMW എന്നൊക്കെ പറയുന്ന ഒരു മെറ്റീരിയലായിട്ടുള്ളൊരു കാര്യത്തിലാണ് ആ കുട്ടിയെ ഫോക്കസ് ചെയ്യിച്ച് വെച്ചിരിക്കുന്നത്. നീ ഡോക്ടറായി കഴിഞ്ഞാൽ കുറേ പണം ഉണ്ടാക്കാവുന്നു, ആ പണമൊക്കെ വെച്ചിട്ട് കുറേ ലക്ഷറികൾ വാങ്ങിക്കാവുന്നതൊക്കെയാണ് ചെറിയ പ്രായം മുതലേ കുട്ടികളെ പഠിപ്പിച്ച് വെച്ചിരിക്കുക. അതിനപ്പുറത്തേക്കൊരു പർപ്പസ് ഇല്ല. എന്തിനാണ് ഒരു ഡോക്ടറാകുന്നത്? എന്തിനാണ് ഒരു എൻജിനീയർ ആയത്? എന്താണ് നമുക്ക് ഒരു ഇലക്ഷനിൽ ജയിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? എവറി പൊസിഷൻ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സെർവ്, മേക്ക് എ ഡിഫറൻസ്. ഒരു സംശയമില്ല. ക്ലാസ്സിൽ ഫസ്റ്റായിരിക്കുക എന്ന് പറഞ്ഞാൽ കുറേ മാർക്ക് വാങ്ങിക്കുക എന്ന് മാത്രമല്ല, നമുക്കൊരു വലിയ ഡ്യൂട്ടിയാണ്, നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ക്ലാസ്സിലെ ഒരു ടോപ്പ് സ്റ്റുഡൻ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ആ ക്ലാസ്സിലെ ഏറ്റവും പഠിക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടിയോട് വരെ നമുക്കൊരു കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും ഉണ്ടാവണം. അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം, അവരെയും കൂടെ ഒക്കെ ജയിക്കാൻ സഹായിക്കണം. ഒരു ലഞ്ച് ടൈമിലൊക്കെ പോയിരുന്ന് ആ ക്ലാസ്സിൽ കണക്കിന് പ്രയാസമുള്ള കുട്ടികളെയൊക്കെ ഒന്ന് കണക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ ഏറ്റവും മോശമായ കുട്ടികളോട് പറയുക, എടാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ അങ്ങനത്തെ ധാരാളം കുട്ടികളെ മെൻറ്റർ ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ വീട്ടിലും അങ്ങനെ ഒരു കുട്ടിയുണ്ടായിരുന്നു. എല്ലാവരെയും ഇരുത്തി പഠിപ്പിച്ച് ഒരുമിച്ച് പരീക്ഷ എഴുതാൻ എല്ലാവരും കൂടെ പോകുന്നത്. ക്ലാസ്സിലെ ഒരു കുട്ടിയെ പോലും തോറ്റു പോരുതെന്നുള്ള വലിയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന, അതാണ്. ആ പർപ്പസ് ഇല്ലെങ്കിൽ ശരിയാണ്. അങ്ങനെയൊക്കെയുള്ളവർ ചിലപ്പോൾ ജീവിതത്തിൽ നമ്മളിന്ന് മണ്ടന്മാരെന്നാണ് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവസാനം ആസ്വദിക്കുന്നതും അവസാനം സന്തോഷിക്കുന്നതും അങ്ങനെയുള്ളവരായിരിക്കും. നമുക്ക് ഒരു പർപ്പസ് വേണം ലൈഫിന്. പണം മാത്രം, കുറേ അച്ചീവ്മെൻറ്റുകൾ, പേഴ്സണൽ അച്ചീവ്മെൻറ്റുകളല്ല ലൈഫ് എന്ന് പറയുന്നത്. കുറേ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളല്ല ലൈഫ് എന്ന് പറയുന്നത്. ഇതൊക്കെ വേണ്ടാന്നല്ല, പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കൊരു പർപ്പസ് നമുക്ക് ലൈഫിലില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. ഇന്ന് 10-30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വലിയ അച്ചീവേഴ്സൊക്കെ ബോറടിച്ച് തുടങ്ങിയിരിക്കും. അവർക്ക് ഏർലി ബേൺ ഔട്ട്സ് എന്നാണ് അവരെ വിളിക്കുന്നത് തന്നെ. അവർ വളരെ നേരത്തെ തന്നെ പുകഞ്ഞ് പുറത്ത് ചാടിക്കഴിഞ്ഞു. അവർക്ക് ജോലി ചെയ്യുന്നതിലോ അവരാ അച്ചീവ് ചെയ്തതിലോ ഒന്നും യാതൊരു സന്തോഷവും നിലനിർത്താനായിട്ട് പറ്റുന്നില്ല. ബിക്കോസ് ദേ ഡോണ്ട് ഫീൽ എ പർപ്പസ് ഇൻ വാട്ട് ദേ ആർ ഡൂയിങ്. ഒരു മൊണോട്ടണസായി മാറുകയാണ് കുറേ കഴിയുമ്പോഴത്തേക്ക് ലൈഫ്. ചെറിയ പ്രായം പോലെ കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോലും അതിനകത്തൊരു ഹയർ പർപ്പസ് കാണിച്ചു കൊടുക്കാൻ, അതിലൂടെ നീ അങ്ങനെ ചെയ്തപ്പോൾ എത്ര പേർക്കാണ് അതിൻ്റെ സന്തോഷം കിട്ടിയത്, അതൊക്കെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ. വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് സെർവ് ചെയ്യുമ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ മഹത്വം അവർക്ക് കാണിച്ചു കൊടുക്കാൻ. ചില പേരൻസൊക്കെ പറയാറുണ്ട്, ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളാരും വെളിയിൽ ഇറങ്ങരുത്, നിങ്ങൾ മുറിക്കകത്തിരുന്ന് പഠിച്ചോണം. അങ്ങനെയല്ല. അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആവുന്നവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങളാണ് അവസാനം ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധവും ഒന്നുമില്ലാതെ വെറും ബ്രോയിലർ ചിക്കനായി പോകുന്നത്. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർ 10 മിനിറ്റ് വന്ന് അവരോട് ഇരിക്കട്ടെ, അവരെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. വീട്ടിലൊക്കെ ആൾക്കാർ വരുന്നതും മറ്റു വീടുകളിലൊക്കെ നമ്മൾ സന്ദർശിക്കുന്നതും ആൾക്കാരുടെ കൂട്ടങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതും കൂടുതൽ മനുഷ്യനുമായിട്ട് ഇടപെടുന്നതും ഒക്കെ ഒരു ഹയർ പർപ്പസാണ് ജീവിതത്തിൽ. അല്ലാതെ വലിയ മതിലും കെട്ടി ഗേറ്റും ഉണ്ടാക്കി അതിൽ 2 പട്ടി കടിക്കും സൂക്ഷിക്കാമെന്ന് എഴുതി വയ്ക്കുന്നതല്ല ജീവിതം. കുറേ കൂടി ലോകവുമായിട്ടും മനുഷ്യനുമായിട്ടും സമൂഹവുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഹയർ പർപ്പസിലേക്ക് നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായം മുതലേ എൻകറേജ് ചെയ്യാൻ പേരൻസും ആ തരത്തിലുള്ളൊരു സംസ്കാരത്തിലേക്ക് വരിക. കഴിഞ്ഞ ദിവസം ഒരു പേരൻ്റ് എന്നോട് പറഞ്ഞു, സാറേ എൻ്റെ മോള്
ഒറ്റയ്ക്ക് വളരുന്നു, അവൾക്ക് കളിക്കാൻ ആരുമില്ല, അവൾക്ക് കൂടുതൽ ഇടപെടാനൊന്നും ആൾക്കാരില്ല. ഞങ്ങളാണെങ്കിൽ ഈ എറണാകുളത്ത് പുതിയതായിട്ട് വന്നവരാണ്. പക്ഷേ സാറിൻ്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ ലീഡർഷിപ്പാണ്, അവളുടെ ജീവിതത്തെ വലുതാക്കി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ഇഷ്യൂ ആണെന്ന് മനസ്സിലായിക്കൊണ്ട് ഞാനിപ്പോൾ ഞങ്ങളുടെ നെയ്ബർഹുഡിലുള്ള ധാരാളം കുട്ടികളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു ക്ലബ്ബൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വീക്കെൻഡിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വരും, 2 മണിക്കൂർ ഒരുമിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ, കളികൾ, ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട്. സാറ് ഞങ്ങളുടെ അവിടെ വന്ന് ഈ കുട്ടികളെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് തോന്നിയത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾക്ക് ഉയരാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ പിന്നെ എങ്ങനെയാണ് റിച്ച് എന്ന് വിളിക്കാൻ സാധിക്കുന്നത്? നമ്മളെ പിന്നെ എങ്ങനെയാണ് ലീഡേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ വിഷയങ്ങളിലേക്ക് പൊതുസമൂഹം തന്നെ കുട്ടികളുടെ ആവശ്യങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും ഒക്കെ ഇറങ്ങി വരികയും അവർക്ക് കുറച്ചുകൂടെ റിച്ചായിട്ടും എൻറിച്ച്ഡായിട്ടും വളരാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കുറച്ചുകൂടെ വേൾഡ്ലി വൈസാക്കി, കുറേ കൂടെ ലൈഫ് ഓറിയൻറ്റഡ് ആക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഈ 10 കാര്യങ്ങളിലൂടെ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എൻറിച്ച്ഡ് ആയിട്ടുള്ള, വളരെ ധന്യമായിട്ടുള്ളൊരു ജീവിതം ആശംസിക്കുന്നു. ഹാപ്പി ലിവിങ്.